ശ്രീ പി വി എൻ കേൾക്കാമോ? കേൾക്കാം. താങ്കൾ ഇപ്പോൾ ചെന്നൈയിലാണോ? അതെ അതെ, ചെന്നൈയിലുള്ളത്. സ്റ്റാലിനുമായി കൂടിക്കാഴ്ച സാധ്യമായോ? എങ്ങനെ? സ്റ്റാലിനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച സാധ്യമായോ? അങ്ങനെ ഇത്ര വലിയ ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ആരൊക്കെ കണ്ടു? അല്ല, നമ്മള് ചെറിയ വഴിപോക്കനായ കോൺഗ്രസ്സുകാരനല്ലേ, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കയറി വന്നാനല്ലേ. അപ്പൊ അത്രയ്ക്ക് ആളുകൾ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഈ സാധാരണ പാവപ്പെട്ട കൂലിത്തൊഴിലാളികളെയും ഈ പറയുന്ന ചുമട്ടൊഴിലാളികളെയും ഓട്ടോറിക്ഷ പഠിക്കുന്നവനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവർ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീ പി വി അൻവർ, ഇന്നിപ്പോ അങ്ങ് നമുക്കിപ്പോ പരിഹാസം പറയേണ്ട ഒരു ചോദ്യമായിരുന്നില്ല അത്. ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. ഇന്ന് അങ്ങ് ചെന്നൈയിലേക്കാണ് പോയത്. ചെന്നൈയിൽ വെച്ച് താങ്കൾ DMK നേതാവ് സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ആ കൂടിക്കാഴ്ച നടന്നോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത് കേരളവും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ മറുപടി. ഞാൻ കൂടിക്കാഴ്ച നടത്തുന്ന ആരോടും പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല. ഞാൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ണി ചോദിക്കൽ കറക്റ്റാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ തിരിച്ചു തള്ളുന്ന ചോദ്യമല്ലത്. ഞാനത് തിരിച്ചു തള്ളുന്നതിന്റെ കാരണം ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല. ഞാനൊരു വഴിപോക്കനായ കോൺഗ്രസ്സുകാരനാണ്. കുറച്ചു കാലം ഇടതുപക്ഷത്തിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയി. ഒരു സംസ്കാരമില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ കളവ് മാത്രമേ പറയുള്ളൂ. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലും കഴമ്പില്ല, പാർട്ടി സെക്രട്ടറി കൊടുത്തതിലും കഴമ്പില്ല. അതങ്ങനെ വന്ന ഒരു വഴിപോക്കൻ വന്ന വഴിയിലൂടെ തിരിച്ചു പോകും. അത്രേ ഉള്ളൂ അതില്. അല്ല, താങ്കൾ ഇന്ന് ചെന്നൈ സന്ദർശിച്ചു എന്നുള്ളത് വസ്തുതയാണ്. താങ്കൾ ഇപ്പോൾ പറയുന്നു താങ്കൾ ഇപ്പോൾ ചെന്നൈയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു അങ്ങയുടെ ഒരു യാത്രാ ഉദ്ദേശം? അത് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെ അങ്ങ് യാത്ര നടത്തിയതാണോ? അവിടെ ആരുമൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തി? അല്ല, കുറച്ച് കച്ചവടം, കുറച്ച് രാഷ്ട്രീയമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടേ. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി താങ്കൾ ആരുമൊക്കെ ആയിട്ട് ഇന്ന് കൂടിക്കാഴ്ച നടത്തിയെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് വെളിപ്പെടുത്താൻ കഴിയുമെങ്കിൽ പറയൂ. ഇല്ല ഉണ്ണി, ഇപ്പൊ അതിലൊക്കെ ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ട്. നമുക്ക് വെളിപ്പെടുത്താം. കുറച്ച് കാര്യം വെളിപ്പെടുത്തും പാർട്ടി സമ്മേളന വേദിയിൽ. പിന്നെ നമുക്ക് ഘട്ടം ഘട്ടമായി വെളിപ്പെടുത്താം. ഞാൻ ഉണ്ണി തുടക്കം മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യം, പക്ഷേ ഉണ്ണി ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്കിതിൽ തിരക്കില്ല. പത്രക്കാർ ചോദിക്കുന്ന ചോദ്യത്തിൽ ഞാൻ പറയും, എനിക്കിതിൽ തിരക്കില്ല, എനിക്കിതിൽ ബേജാറില്ല. നിങ്ങളിങ്ങനെ തിരക്കൂട്ടില്ലെന്ന് പറയുന്നില്ലേ. മാത്രമല്ല, ഞാൻ തിരക്കിട്ടെല്ലാം പറയുന്നുണ്ട്. കാരണം എൻ്റെ മനസ്സിലൊന്നും നോക്കില്ല, അങ്ങനെ കുഴപ്പം എനിക്കുണ്ട്. എനിക്കിപ്പോൾ ഒരുപാട് അഡ്വൈസ് കിട്ടുന്നുണ്ട്, ഞാൻ ചെയ്യല്ലേ പറയല്ലേ എന്ന് പറഞ്ഞിട്ട്. താങ്കൾക്ക് തിരക്കില്ലായിരിക്കാം, പക്ഷെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന നീക്കം എന്നുള്ളത് വളരെ ബുദ്ധിപൂർവമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ശ്രീ പി വി അൻവർ, താങ്കൾ ഇപ്പോൾ പുറത്തേക്ക് ചിരിച്ച് തള്ളിയാലും താങ്കൾ അവിടെ DMK രാജ്യസഭാംഗം അടക്കമുള്ളവരുമായി ചർച്ച നടത്തി എന്നുള്ളതിന്റെ ദൃശ്യങ്ങളടക്കം, താങ്കൾക്ക് ഷോൾ ഇടുന്ന ദൃശ്യങ്ങളടക്കം വന്നു കഴിഞ്ഞല്ലോ. താങ്കളുടെ കൂടെ നിൽക്കുന്ന CPM എടക്കര മുൻ ലോക്കൽ സെക്രട്ടറി EK സുഗു ഇന്നലെ തന്നെ സ്റ്റാലിൻ്റെ പടം പുറത്തുവിട്ടുകൊണ്ട് ചില സൂചനകൾ നൽകിയിരുന്നല്ലോ. അപ്പോൾ ഈ സൂചനകൾ വാർത്തയാകുമെന്നുള്ള കാര്യം താങ്കൾക്കും അറിയാം. താങ്കളെ ഇപ്പോൾ ഈ മുസ്ലിം തീവ്ര നിലപാടുള്ളവരുടെ ആലയിൽ കെട്ടാനുള്ള ശ്രമം അപ്പുറത്തുനിന്ന് നടക്കുന്ന ഘട്ടത്തിലാണ് RSS വിരുദ്ധ നിലപാട് ഏറ്റവും ശക്തമായി എടുക്കുന്ന സ്റ്റാലിനുമായി കൈകോർക്കുന്നു എന്ന രൂപത്തിൽ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതിപ്പോൾ താങ്കൾ തള്ളുകയാണോ, അതോ ഇനിയും ചിരിച്ചു തള്ളാതെ ഒന്ന് ഗൗരവത്തിലുള്ള ചർച്ചയിലേക്ക് വരാമോ? ബഹുമാനപ്പെട്ട സ്റ്റാലിനെ ഒരിക്കലും തള്ളാൻ കഴിയില്ലല്ലോ. ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും മതേതര നേതാവ് അദ്ദേഹമാണ്. പാർലമെന്റ് സീറ്റ് 40 സീറ്റിൽ 40 സീറ്റ് അദ്ദേഹം ഫാസിസ്റ്റുകളുടെ കടന്നുകയറ്റം ഈ തമിഴ്നാട്ടിൽ തടഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ തടഞ്ഞത്? 23 സീറ്റിൽ DMK മത്സരിച്ചത്. 35-36 സീറ്റിൽ മത്സരിക്കാനുള്ള അർഹത അവർക്കുണ്ട്. ആ 35 അല്ലെങ്കിൽ 40 സീറ്റിൽ മത്സരിക്കാൻ അർഹതയുള്ള സമയത്താണ് 17ഓളം സീറ്റുകൾ, അതൊരു 10-12 സീറ്റ് ദാനമായി കൊടുത്തിരിക്കുകയാണ് ഘടകകക്ഷികൾക്ക്. കാരണം എന്താ? എന്ത് വിട്ടുവീഴ്ച ചെയ്താലും BJP ഇങ്ങോട്ട് കടന്നു വരരുത്, ഈ തമിഴ്നാടിന്റെ സ്വൈര ജീവിതം നശിക്കരുത്, നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നതാണ് തീരുമാനം. അപ്പൊ നമ്മളെ നാട്ടിൽ നടന്നതോ, എങ്ങനെയും BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കണം. അത് പൂരം കലക്കിയാലും മതി, അല്ല പൂരം കലക്കിച്ചാലും ശരി. അപ്പൊ അതാണ് രണ്ടിന്റെ വ്യത്യാസം. അപ്പൊ എനിക്ക് കുറച്ച് ബഹുമാനം ഉണ്ടാവില്ലേ, എനിക്ക് കുറച്ച് ആദരവ് ഉണ്ടാവില്ലേ? ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. 10-17 സീറ്റ് ദാനമായി ഘടകകക്ഷികൾക്ക് കൊടുത്തിട്ട് BJPയെ തടുക്കുന്ന ഒരു പാർട്ടി, അതിന്റെ പേര് ദ്രാവിഡ മുന്നേറ്റ കഴകം, അതിന്റെ നേതാവ് സ്റ്റാലിൻ. നമ്മുടെ കേരളത്തിൽ ADGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പൂരം തന്നെ കലക്കിച്ച് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന മറ്റൊരു പാർട്ടിയും അതിന്റെ നേതാവും അതിന്റെ മുഖ്യമന്ത്രിയും. ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ നാളത്തെ പരിപാടിയുടെ സ്വഭാവം ഒന്ന് പറയാമോ? അതൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണമാണോ, അതൊരു സംഘടനയാണോ?
അല്ല അത് തന്നെ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. നാളെ രാവിലെ അത് ഫൈനലാവും. രാഷ്ട്രീയ പാർട്ടി ആയി കഴിഞ്ഞാൽ താങ്കൾക്ക് സഭയിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. അല്ല അത് അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ ആലോചിക്കാണ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ജനാധിപത്യ മതേതര കേരളത്തിന് ജനങ്ങൾക്ക് ഈ അഴിമതിക്കെതിരെ, ഈ പൊളിറ്റിക്കൽ നെക്സസിനെതിരെ പടപൊരുതാനുള്ള ഒരു സംവിധാനം നാളെ മഞ്ചേരിയിൽ പിറവിയെടുക്കും. അതിന്റെ ലീഗൽ ആംഗിൾ എങ്ങനെയാന്നുള്ളത് മറ്റുള്ള വിഷയമാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. അവിടെ വരുന്നവരുടെ ലക്ഷ്യം അതാണ്. താങ്കൾ ലക്ഷ്യത്തിലേക്ക് സംഭവം കൊണ്ടുപോകും. ആ പരിപാടിയിൽ താങ്കൾ ഏറെ ബഹുമാനിക്കുന്ന സ്റ്റാലിന്റെ പ്രതിനിധികളും ഉണ്ടാകുമോ? അതൊക്കെ നമുക്ക് പിന്നെ പറയാന്ന്. ഇപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് ഈ സംഗതി ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. മൈ സിസ്റ്റർ പ്ലീസ്. ശ്രീ പി വി അൻവർ, അങ്ങ് നിലമ്പൂർ യോഗത്തിൽ എത്ര ആൾക്കാരുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ 50 കസേര ഇട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നാളെ DMKന്റെ ഭാഗത്തുനിന്ന് ഒരു സസ്പെൻസ് പ്രതീക്ഷിക്കത്തില്ലേ? അല്ല, നാളത്തെ ആളുകളുടെ എണ്ണം കറക്റ്റ് എടുക്കാൻ നിങ്ങൾ സംവിധാനം ഒരുക്കണം. അപ്പൊ എന്തായാലും ഞാൻ 1 ലക്ഷം പറഞ്ഞിട്ടുണ്ടല്ലോ. നാളത്തെ 1 ലക്ഷം പറഞ്ഞിട്ടുണ്ട്. അതെ, വലിയ മോശമൊന്നും വരില്ല. ഇപ്പൊ ഞാൻ 50-ൽ നിന്ന് 15,000 20,000 നിങ്ങൾ എങ്ങനെ കറക്റ്റ് അങ്ങനെ കൂട്ടാ. അതേപോലെ 1 ലക്ഷത്തിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഇറക്കും ചെയ്യാം നിങ്ങൾക്ക്. അപ്പൊ അത് നാളെ നമുക്ക് കാണാം. എന്തായാലും ഇതൊരു ജനാധിപത്യ എന്താ പറയാ പുതിയ ഒരു സംവിധാനത്തിന് ഞാൻ മുമ്പൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടാവും. AK സെന്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സെക്രട്ടറിക്ക് എന്താ ഈ പരാതി കൊടുത്തത് ഇതൊരു വിപ്ലവമായി മാറും ഞാൻ പറഞ്ഞിരുന്നു. അന്ന് വിപ്ലവത്തെ കുറിച്ച് കുറെ ആളുകൾ ക്ലാസ് എടുത്തിരുന്നു. നിങ്ങളെ കുറിച്ചല്ലേ പറയുന്നത് കേട്ടോ. ആ ആളുകളൊക്കെ ഇപ്പൊ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ആരും കാണുന്നും കേൾക്കുന്നുമില്ല. അവർ നാളെ മഞ്ചേരിയിൽ വന്നാൽ നന്നായിരുന്നു. ശ്രീ പി വി അൻവർ, DMKനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തില്? കേട്ടില്ല. DMKനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അല്ല, ഞാൻ പറഞ്ഞ 2 പാർട്ടികൾ തമ്മില്, 2 മതേതര പാർട്ടികൾ തമ്മിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെടുത്ത നിലപാടാ പറഞ്ഞത്. ഒരു പാർട്ടി എല്ലാ സീറ്റുകളും വിട്ടുകൊടുത്ത് എല്ലാ മുക്കിലും മൂലയിലുമുള്ള സകല വോട്ടുകളും ക്രോഡീകരിച്ച് BJPക്ക് എതിരായ ഒരു പെട്ടിയിലാക്കി BJPയെ കടന്നു കയറാൻ സമ്മതിച്ചില്ല DMK. മറുഭാഗത്ത് എന്താ ഉണ്ടായത്? നേരെ അവർക്ക് കടന്നു വരാൻ പൂരം വരെ കലക്കി കൊടുക്കുന്ന രാഷ്ട്രീയ സംവിധാനം. അപ്പം DMKയെ കുറിച്ചുള്ള അഭിപ്രായം ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാലോ. കേരളത്തിലെ ജനങ്ങൾ വളരെ എന്താ പറയുക ഗൗരവമായി നോക്കിക്കാണുന്ന ഒരു പാർട്ടിയാണ് DMK. വളരെ സ്നേഹത്തോട് നോക്കിക്കാണുന്ന നേതാവാണ് സ്റ്റാലിൻ. മതേതര വിശ്വാസികളുടെ ഒരു അത്താണിയാണ് സ്റ്റാലിൻ. അതിനൊരു ഒരു തർക്കമോ കാര്യത്തിലില്ല. താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് DMKയുടെ പിന്തുണ ശരി തന്നെ. താങ്കൾക്ക് ഇപ്പോൾ കേരളത്തിൽ താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സ്വീകാര്യത പ്രതിപക്ഷത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് പോലും ഈറ്റിയുടെ പ്രതികരണം അടക്കം താങ്കൾ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന രൂപത്തിൽ വന്നിരിക്കുന്നു. CPM-നെ എല്ലാ കാലത്തും പിന്തുണച്ചുകൊണ്ടിരുന്ന കാന്തപുരം വിഭാഗത്തിൽ നിന്നും റിസാലയിൽ ലേഖനം വരുന്നു. ആ രൂപത്തിൽ വലിയൊരു പിന്തുണ താങ്കൾ പറഞ്ഞ കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അൻവർ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും താങ്കൾ ഇപ്പോൾ പറയുമ്പോഴാണല്ലോ അത് ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ താങ്കൾക്കൊരു പിന്തുണ ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂനപക്ഷത്തെ ഐക്യപ്പെടുത്തുന്ന ഒരു ആളായി താങ്കൾ മാറുകയാണോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ന്യൂനപക്ഷത്തെ ഐക്യപ്പെടുത്തുക എന്താ പറയാ ഭൂരിപക്ഷത്തെ അങ്ങനെ ന്യൂനപക്ഷം ഭൂരിപക്ഷം ഒന്നുമില്ല. നമുക്കൊരു ഇന്ത്യ ഉണ്ടായിരുന്നു, ഒരു മതേതര ഇന്ത്യ. അത് അവസാനം വരെ ഇപ്പൊ നിന്നിരുന്ന ഒരു സ്റ്റേറ്റിൽപ്പെട്ട ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം. അവിടെ അതിനെ ദുർബലപ്പെടുത്താനുള്ള ഈ പറയുന്ന മതേതരത്തിന്റെ കാവൽക്കാരെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന, അതിന്റെ പേരിൽ രക്തസാക്ഷികളായ, അതിന്റെ പേരിൽ വോട്ട് കൊടുക്കുന്ന, അതിന്റെ പേരിൽ ആ പാർട്ടിക്ക് സംരക്ഷണം കൊടുക്കുന്ന വലിയൊരു ജനവിഭാഗമുള്ള ഒരു നാടാണ് കേരളം. ആ ജനതയെ വഞ്ചിക്കുന്നുണ്ടോ എന്ന് ജനത പരിശോധിക്കട്ടെ. അവിടെയാണ് ഇതിന്റെ വിഷയം. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ഒരു വഞ്ചനയുടെ രാഷ്ട്രീയം അത് കേരളം അങ്ങനെ അതിനെ വഴിപ്പെട്ട് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ പരിശോധിക്കട്ടെ. എന്തായാലും ഇന്നത്തെ ഇന്ത്യയിൽ ആളുകൾക്ക് വിശ്വസിക്കാവുന്ന, തണലേകാവുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സ്റ്റാലിനും അദ്ദേഹത്തിന്റെ പാർട്ടി DMKയുമാണ് എന്ന കാര്യത്തിൽ കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് 2 അഭിപ്രായം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എന്റെ വിശ്വാസം. ശരി, അത് CPM-ന് കൂടി അംഗീകരിക്കേണ്ടി വരുന്നു എന്നുള്ളിടത്താണ് താങ്കളുടെ തന്ത്രം എന്ന് പറയുന്നത്. അല്ല, CPM ഇതൊന്നും അംഗീകരിക്കില്ല. CPM എന്നെ എന്താണ് സുഡാപ്പിയാക്കും. ഞാൻ പറഞ്ഞ ഒരു ഹൈന്ദവ വിശ്വാസി CPM വിട്ടുപോയാൽ അവനെ സംഘിയാക്കും. ഒരു പാർട്ടി തന്നെ അങ്ങനെ അങ്ങോട്ട് പോയാൽ അവരെ എന്തും ആക്കും.
അവർക്കൊന്നും നേരം വിളിക്കില്ല. അവരിപ്പോ ഈ എന്താ പറയാ, ഈ ബക്കറ്റിൽ വെള്ളമെല്ലാം ചോർന്ന് പോകുമ്പോ അവസാനം ഈ കാലി ബക്കറ്റ് തലയിൽ വെച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ പറയുന്ന പശ്ചിമ ബംഗാളിന്റെ അവസ്ഥയ്ക്ക് പോവുകയാണ്. ത്രിപുര ഞാൻ അങ്ങനെ പറയില്ല, ത്രിപുര ഒരു അട്ടിമറിയാണ് നടന്നത്. പക്ഷെ പശ്ചിമ ബംഗാളിൽ നടന്നത് ഇത് തന്നെയാണ്. അപ്പൊ അതാണ് സ്ഥിതിവിശേഷം. ശരി, വളരെ നന്ദി ശ്രീ പി വി അൻവർ. നാളെ ഒന്നുകൂടി വിശദമായി താങ്കൾ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളത്തേക്ക് എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട്, സസ്പെൻസ് അല്ലേ? ഒന്നുമില്ല. നാളെ കാണണമെന്നില്ല. ഓക്കെ, ശരി, വളരെ നന്ദി ശ്രീ പി വി അൻവർ.